ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പം ഇവിടെ സമയം ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. എനിക്ക് കണ്ണൊക്കെ പെട്ടെന്ന് വെട്ടത്തോട്ട് വന്നിട്ട് തുറക്കാൻ പറ്റണില്ല. അതാ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം നമുക്ക് ഇവിടെ 8:30 കുർബാനയ്ക്ക് പോകണം. അപ്പം അതിന് മുന്നേ കുറേ നാളെ ഞങ്ങൾ പൂരി കഴിച്ചിട്ട്. അപ്പോൾ എന്താണ്, ഇന്ന് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൂരിയും ഇന്ന് രാവിലെ, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കറിയുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഈ പൂരി ആദ്യം നമ്മളിങ്ങനെ ചപ്പാത്തി പരത്തുന്ന പോലെ അങ്ങനെ കഷ്ടപ്പെട്ട് പരത്തിയിട്ട് പണ്ട് ഇവിടെ മറ്റേ പ്രസ് ചെയ്ത സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ആ ഒരു ഇതെല്ലാം പൊളിഞ്ഞു പോയി കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ മേടിച്ചില്ല. പിന്നെ നമ്മളിങ്ങനെ പരത്തി ഉണ്ടാക്കാൻ ചെയ്യുക. അപ്പം അതാവുമ്പോൾ ഭയങ്കര പാടല്ലേ. അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ ഒരു എളുപ്പപ്പണി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഉറക്കമൊന്നും പതിയായിട്ടില്ല. അപ്പം അത് സക്സസ് ആവുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങളെയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ട് വരണുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പം ഞാൻ എന്തായാലും എന്താ പറയുക, പല്ലൊക്കെ തേച്ച് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് സംഭവം തുടങ്ങാം. അപ്പം ഞാനിത് ആശീർവാദിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ ഞാനിതിൽ യൂസ് ആക്കുന്നത്. ഇവിടെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് പുട്ടുപൊടിയല്ല, ഗോതമ്പ് പൊടി. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് നമ്മൾ ഗോതമ്പ് പൊടി മേടിക്കാറുണ്ട്. അതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട് ചപ്പാത്തിയൊക്കെ. പക്ഷേ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എനിക്ക് അങ്ങനെ അത്ര ടേസ്റ്റ് തോന്നാറില്ല. ദോശ ഉണ്ടാക്കിയിട്ട് ഇവിടെ കഴിക്കാറുണ്ട്. എനിക്ക് ഗോതമ്പിൻ്റെ ദോശ അങ്ങനെ വേണ്ടി ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ആശീർവാദിൻ്റെ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റായിട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ കാപ്പിയൊക്കെ ഓൾറെഡി കുടിച്ചിട്ടു. ഇത് ഞാൻ ചൂടാക്കിയില്ല. കാരണം അന്ന് പറഞ്ഞ പോലെ എല്ലാ ദിവസവും ചൂടാക്കിയിട്ട് വെറുതെ ഇതിനാണ് ഞാൻ ആ ഗ്യാസ് കളയുന്നത് കൊടുത്തിട്ട് ചൂടാക്കിയിട്ട് ഒരു ചെറിയ ചൂടുണ്ടായിരുന്നു. അപ്പം അതങ്ങനെടുത്ത് കുടിച്ചു. അപ്പോൾ ഞാൻ ഇന്നിപ്പം എന്താണ് ഇച്ചിരി അധികം ഉണ്ടാക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു. അധികം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മൾ 3 പേരുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊരു 2 ഗ്ലാസ് ഇതെടുക്കാം. നമ്മുടെ ഒരു കപ്പുണ്ട്, ആ കപ്പിൽ ഒരു 2 ഗ്ലാസ് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് എന്താണ് സംഭവങ്ങൾ കുഴച്ചൊക്കെ. ഇത് പണ്ട് ഇങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കപ്പിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നിട്ട്. അപ്പം ഇങ്ങനെ ഇവിടെ പെരുന്നാളിൻ്റെ സമയത്ത് ഇങ്ങനെ വരൂലേ, പെട്ടിക്കടയൊക്കെ വരുന്ന സമയത്ത് ഞാനും ചേട്ടനും കൂടെ ഒക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കപ്പാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ ആ സമയത്തൊക്കെ പറഞ്ഞു തുടങ്ങിയത് പ്ലാസ്റ്റിക്കിൻ്റെ കപ്പിലൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരും, പ്ലാസ്റ്റിക്കിൻ്റെ കപ്പിൽ കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. പിന്നെ ഇതൊക്കെ ഉപേക്ഷിച്ചു. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ അളവ് കപ്പുകളായിട്ട് മാറി. അപ്പം ഈ ഒരു കപ്പിൽ നമ്മൾക്ക് 2 കപ്പ് എടുക്കാം. 2 കപ്പ് എടുക്കാം. അപ്പം ഞാൻ ഈ പൊടിയിലോട്ട് കുറച്ച് ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ എന്താണ് പരത്തി എടുക്കാണ് കേട്ടോ. പിന്നെ ഞാൻ ചപ്പാത്തിക്ക് ഒഴിക്കുന്ന സമയത്ത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തൈരും കൂടെ ചേർക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ തൈര് ഇവിടെ ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചൊന്ന് ചേർത്തേനെ. പക്ഷെ പൂരിക്ക് എനിക്കറിയാൻ പാടില്ല എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടയൊക്കെ ഉരുട്ടി സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും കിഴങ്ങ് കറികളെല്ലാം ഉണ്ടാക്കില്ല. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതൊന്നും ഞാൻ കാണിക്കില്ല കേട്ടോ, കാരണം എല്ലാവർക്കും സാധാ ഒരു സ്പെഷ്യലും ഇല്ല, സാധാ പോലെ തന്നെയാണ് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ സ്പെഷ്യലാണല്ലോ എന്ന്. അങ്ങനെയല്ല. അപ്പോൾ ഞാൻ എന്തായാലും ഉരുളക്കിഴങ്ങ് ഒക്കെ കൂടെ ഒന്ന് തൊലി കളഞ്ഞിട്ട് എന്താണ് അതൊക്കെ ഒന്ന് ഉപ്പിട്ട് കുറച്ച് കുക്കറിൽ വേവിക്കാം. അല്ല, കറി ഉണ്ടാക്കിയതിന് ശേഷം ഇതാക്കിയാൽ മതി എന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് സെറ്റ് ആവുമല്ലോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. തീരുമാനം മാറ്റി എന്തായാലും വീഡിയോ എടുക്കാൻ. അപ്പോൾ നമ്മൾ കുക്കറിൽ നമുക്ക് വേഗം തിരക്കുള്ള സമയത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഭയങ്കര എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ ചിക്കൻ കറി വെക്കില്ലേ, അതേപോലെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് കുക്കറിൽ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. അപ്പം ജോലി തിരക്കും ഇതൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് കുക്കറിൽ വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ അത് അവിടെ വേവിടെ നേരം കൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള വേറെ കാര്യങ്ങളൊക്കെ കൂടെ ചെയ്യാറ്. അപ്പം അങ്ങനത്തെ ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്തായാലും കുറച്ച് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ കുക്കർ വെച്ചിട്ട് അത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഫസ്റ്റ് വെളിച്ചെണ്ണ കുറച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക.
അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, വേപ്പില, പിന്നെന്താണ്, പിന്നെ ഇച്ചിരി ഇഞ്ചി, ഇതെല്ലാം കൂടെ അതിൻ്റെക്ക് ഉള്ളിലേക്ക് ഇട്ടിട്ട് വഴറ്റുക. ഒരുപാട് നേരം ഒന്നും അങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുക്കർ അടിച്ചിട്ട് അങ്ങ് വിസിലടിപ്പിക്കാൻ പോകുന്നതായതുകൊണ്ട് ഒരുപാടൊന്നും ഇളക്കേണ്ട. ജസ്റ്റ് ഒരു മിനിറ്റ് എങ്ങാനും അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ പൊടികളും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് അതിലേക്ക് നമ്മൾ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഇച്ചിരി മല്ലിപ്പൊടി, അതേപോലെ തന്നെ ഒരു ഇച്ചിരി ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മല്ലിപ്പൊടി ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ഡപ്പി തുറന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ മല്ലിപ്പൊടി ഇല്ല. പിന്നെ ഞാൻ കവറൊക്കെ പൊട്ടിച്ച് ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ മല്ലിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് നല്ല ഒരു ഇച്ചിരി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മില്ലുണ്ട്, അവരിങ്ങനെ പൊടിപ്പിച്ചെടുക്കണതാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മളുടെ ഗോതമ്പ് പൊടി, പുട്ടുപൊടി, അരിപ്പൊടി, അങ്ങനെ എല്ലാ സംഭവങ്ങളും അവിടെ കിട്ടും. അപ്പോൾ പപ്പ ഇവിടെ നിന്ന് എന്നെ മേടിക്കാൻ പറഞ്ഞു വിട്ട് ഞങ്ങളെ കൊണ്ട് മേടിപ്പിക്കേണ്ടതാണ്. ഞങ്ങളാണെങ്കിൽ അങ്ങനെ അത്രയും ദൂരം പോകുന്നില്ല, തൊട്ടടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് മേടിച്ചിട്ട് വരും. അപ്പോൾ ഇത് മായമൊന്നും ഇല്ലാതെ നല്ലതായിട്ട് എടുക്കണമെന്നാണ് അവർ പറയണത്. സംഭവം കൊള്ളാം, നല്ലതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ ആ ഡപ്പിയിലേക്ക് പൊട്ടിച്ച് ഇട്ടു. പിന്നെ ഇവിടെ ഞാൻ പ്ലാസ്റ്റിക് കവറൊക്കെ കത്തിക്കാനുള്ളത് വേഗം കളയാൻ വേണ്ടിയിട്ട് വലിയൊരു പ്ലാസ്റ്റിക് കവർ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിന് വേറെ സ്ഥലത്തൊന്നും കൂട്ടിയിടേണ്ട, കവറിലേക്ക് ഇങ്ങനെ കത്തിക്കാനുള്ള വേസ്റ്റൊക്കെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടേ കത്തിക്കാമല്ലോ. അങ്ങനെ അതൊക്കെ ഇട്ടു, മല്ലിപ്പൊടിയൊക്കെ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഗരം മസാല, ഒരുപാടൊന്നുമില്ല, ഒരു ഇച്ചിരി ഗരം മസാലയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി. ഇതൊക്കെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. പക്ഷേ ഇവിടെ ആർക്കും അങ്ങനെ എരിവ് ഒരുപാട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. പിന്നെ വേറൊന്നുമില്ല, വേഗം സമയം കളയാണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണ ഉരുളക്കിഴങ്ങ്, ഞാൻ ഒരുപാട് വലുതുമല്ല ചെറിയതുമല്ല, ജസ്റ്റ് ഒരു മീഡിയം സൈസാക്കാൻ മുറിച്ചിട്ടുണ്ടായിരിക്കണേ. ഈ ഉരുളക്കിഴങ്ങെല്ലാം കൂടെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വാരിയിടുക. വേഗം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. എല്ലാം ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് ഗ്യാസ് അടച്ച് വയ്ക്കാം. ഗ്യാസ് അടച്ച് വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞോട്ടെ, അപ്പോഴാണല്ലോ കുറച്ച് കുറുകി ഒരു ഇച്ചിരി ചാറ് പോലെ ഇരിക്കാമെന്ന് ഓർത്തിട്ട് ഞാനൊരു 3 വിസിൽ ഞാൻ കേൾപ്പിച്ചു. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഉപ്പിടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ഉപ്പൊക്കെ നോക്കി എല്ലാം ഓക്കെ അല്ലെന്ന് സെറ്റ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് വിസിൽ കേൾപ്പിക്കുക. 3 മിനിറ്റ് വിസിൽ കേൾപ്പിച്ച് ഗ്യാസൊക്കെ പോയി നമ്മൾ തുറന്ന് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈസി ഉരുളക്കിഴങ്ങ് നമുക്ക് കിട്ടും. ഇപ്പം തിരക്കുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഇപ്പം ഇതവിടെ വെന്ത് കഴിഞ്ഞ് ഗ്യാസ് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് നമ്മുടെ സൈഡിൽ ഇപ്പോൾ ചപ്പാത്തിയോ പൂരിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ചിലപ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സംഭവം വെച്ചിട്ടാണ് നമ്മളുടെ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, പൂരി. എങ്ങനെയാണെന്നല്ലേ, അപ്പം ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയുടെ കവറാണ്. അപ്പം ഈ കവർ ഇങ്ങനെ വെച്ചിട്ട് ഈ കവറിൻ്റെ 2 സൈഡിലും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഒരു കുട്ടി ബോൾസ് എടുക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ നല്ല പൂരി കിട്ടാൻ വേണ്ടിയിട്ട് ബെറ്ററായിട്ട് വരണത്. അപ്പോൾ അതിങ്ങനെ ഉരുട്ടുക. എന്നിട്ട് അതിൻ്റെ വെച്ചിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു നമ്മളുടെ ചോറ് പാത്രമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് 2 തവണ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് പൊക്കി നോക്കുക. പിന്നെയും ഒന്നും കൂടെ നമ്മൾക്ക് വട്ടം ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വെച്ചിട്ട് പ്രസ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് വേഗം തന്നെ പരിപാടി തീരും. നമ്മൾക്ക് ഒരിടത്ത് ഒട്ടിപ്പിടിക്കുകയില്ല, നമ്മുടെ കയ്യിൽ ഒരുപാട് പൊടിയാക്കണ്ട, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഞാനിവിടെ പണ്ട് പ്രസ്സർ യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും പ്രസ്സർ യൂസ് ചെയ്ത് കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കാറുണ്ട്. പിന്നെ അല്ലാതെ പരത്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അവിടുത്തെ ആ സൈഡ് മൊത്തം പൊടി കൊണ്ട് അലമ്പാവുകയും ചെയ്യും. ചില സമയത്തൊക്കെ എപ്പോഴെപ്പോഴും ഒട്ടിപ്പിടിച്ച് പല ഉണ്ടകൾ എനിക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അപ്പോൾ ഒന്നും കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൂടെ പ്രസ് ചെയ്തെടുക്കേണ്ട ഉരുട്ടി അതിൻ്റെ ഉള്ളിൽ വെച്ചു. ഇതേ ചോറ് പാത്രം വെച്ചിട്ട് ഞാൻ പ്രസ് ചെയ്തു. നോക്കിക്കേ, നല്ല അടിപൊളി കുഞ്ഞു വട്ടത്തിലുള്ള നമ്മുടെ കുട്ടി പത്തിരികൾ നമ്മൾക്ക് പത്തിരിയല്ല
പൂരി നല്ല അടിപൊളിയായിട്ട് വരും. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അനക്കിയൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് എല്ലാ സൈഡും പ്രസ്സായിട്ട് വന്നോളും. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞു വട്ടത്തിലുള്ള നമ്മളുടെ പൂരി റെഡി. അപ്പോൾ ഇനി നമ്മൾക്ക് ഞാൻ ചുട്ട് എടുക്കേണ്ടതും കൂടെ, നിങ്ങൾക്ക് സോഫ്റ്റ് ആണെന്നൊക്കെ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവുമല്ലോ, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു ചട്ടി വെച്ചിട്ട് അതിനുള്ളിലേക്ക് കുറച്ച് അങ്ങനെ ഒരുപാടൊന്നും ഒഴിക്കില്ല, കുറച്ച് ഞാൻ എന്താ പറയുക ജസ്റ്റ് എന്നാലും അത്യാവശ്യം എല്ലാം ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള അത്രയും അളവിൽ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഓരോരോ പത്തിരീസൊക്കെ നമുക്ക് അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അതെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരെണ്ണം ഇട്ടു. പിന്നെ ഞാൻ മറ്റേ ഫോർക്ക് വെച്ചിട്ട് എനിക്ക് എടുക്കാൻ പറ്റണില്ല, അപ്പോൾ ഞാൻ ഓടിയതാണ്. വേറൊരു ഫോർക്കും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾക്ക് വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക. അധികം നേരമൊന്നും വെക്കേണ്ട, കുറച്ച് നേരം നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹാർഡായി പോകും. വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചെടുത്താൽ മതി. ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് ആദ്യം ഇട്ടത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പൊടി വന്നിട്ട് ജസ്റ്റ് കറക്കണ പോലെ ഫീൽ ചെയ്തപ്പോൾ ഞാൻ 2-3 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് വേഗം ചുട്ടെടുക്കാം. അധികം സമയമൊന്നും വേണ്ട. രാവിലെ ഇപ്പോൾ ജോലിക്ക് പോകുന്നതിന് മുന്നാണെങ്കിലും ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾക്ക് വേഗം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് അത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടും. കണ്ട, നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി പൂരി നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ ഉരുളക്കിഴങ്ങ് കറി അവിടെ ആവേണ്ട, അതിൻ്റെ ഗ്യാസ് പോയിട്ടില്ല. അപ്പം ഇതുപോലെ പരത്താനുള്ള മടി കാരണം സമയമില്ല എന്നൊക്കെ വിചാരിച്ച് പൂരിയോടുള്ള ഇഷ്ടം ആരെങ്കിലുമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് പരീക്ഷിച്ച് നോക്കുക. ഭയങ്കര ഈസിയാണ്. വേഗം നമുക്ക് നല്ല കുട്ടി പൂരി ആയതുകൊണ്ട് വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ വേഗം തന്നെ എനിക്ക് ഇത്രയും കൂടെ മാവ് ബാക്കിയാണ്. ആ മാവും കൂടെ ഞാൻ വേഗം ചുട്ടെടുക്കട്ടെ, എന്നിട്ട് എനിക്ക് പള്ളിയിൽ പോകണം. അപ്പം ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ കൂടെ ചുട്ടെടുക്കട്ടെ. പിന്നെ അതിൻ്റെ ഗ്യാസ് പോയി കഴിയുമ്പോൾ ഞാനത് കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളുടെ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ചാറ് ഇത്രയും വേണ്ടാന്നുള്ളവർക്ക് കുറച്ച് നേരം കൂടെ അത് തിളപ്പിച്ചെടുക്കാം. എന്താ പറയുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല എളുപ്പത്തിൽ നമുക്ക് ഈ സംഭവം കിട്ടണമായിരിക്കും. പിന്നെ ഞാൻ പള്ളിയിലൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഇപ്പോൾ പള്ളിയിലെ കുർബാന കഴിഞ്ഞ് ലാസ്റ്റത്തെ പാട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി ഓടും. കാരണം നമ്മൾ 8:30 കുർബാനയാകുമ്പോൾ 9:30 ആവുമല്ലോ. അപ്പോൾ 9:30 ആകുമ്പോഴത്തേക്ക് എനിക്ക് വിശന്നിട്ട് വയറിൽ നിന്ന് ഇങ്ങനെ ഗുളുഗുള് ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ വേഗം ഇറങ്ങി ഓടും. ഇന്ന് പ്രത്യേകിച്ച് വേഗം ഇറങ്ങി ഓടി, പൂരിയും ഉരുളക്കിഴങ്ങ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഏട്ടനുമാണെങ്കിലും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമായിരുന്നു. ഞങ്ങൾ കുറേ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഗോതമ്പിൻ്റെ ഈ സംഭവം കുറേ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ദാഹിക്കൂലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത്രത്തോളം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഏട്ടൻ അവിടെ നിന്ന് എന്തോ സിനിമയൊക്കെ കണ്ടിട്ടിരുന്ന് കാണുകയാണ്. എനിക്ക് അലിയൻസ് കാണണമല്ലോ, അപ്പോൾ ഞാൻ അലിയൻസൊക്കെ കണ്ടിരുന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.